നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോമ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. എങ്കള മണ്ണ് എങ്ങൾക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിലമ്പൂർ ആദിവാസി ഭൂസമര സമിതി മലപ്പുറം കളക്ടറേറ്റിന് മുന്നിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അനിശ്ചിതകാല രാപ്പകൽ സമരത്തിന് ദേശീയ മനുഷ്യാവകാശ സംഘടനയായ നാഷണൽ ഫോറം ഫോർ പീപ്പിൾ റൈറ്റ്സ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരപന്തലിലെത്തി. നിലമ്പൂർ ITDP ഓഫീസിന് മുന്നിൽ 315 ദിവസം നടത്തിയ പട്ടിണി സമരത്തെ തുടർന്ന് ജില്ലാ കളക്ടറുമായുള്ള ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് ശേഷം 60 കുടുംബങ്ങൾക്ക് 50 സെന്റ് വീതം ഭൂമി 6 മാസത്തിനുള്ളിൽ നൽകാമെന്ന കളക്ടറുടെ രേഖാമൂലമുള്ള ഉറപ്പ് പാലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ആദിവാസി ഭൂസമര സമിതി രണ്ടാം ഘട്ടം 2025 മുതൽ കളക്ടറേറ്റിന് മുന്നിൽ അനിശ്ചിതകാല രാപ്പകൽ സമരം ആരംഭിച്ചത്. ഭൂമി കൊടുക്കണം. നിലമ്പൂർ മേഖലയ്ക്ക് ഞാൻ കണ്ടമാനം വിശുദ്ധ വനഭൂമി പാസ്സായി. 2004 ആ ഭൂമി പാസ്സാകുകയും അന്ന് തുടങ്ങിയിട്ട് ആ ഭൂമി ഫോറസ്റ്റിന്റെ കയ്യിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ആദിവാസികൾക്ക് വിതരണത്തിന് വേണ്ടിയിട്ട് ചെയ്യാതെ ഈ 24 വർഷമായിട്ട് ഈ ഭൂമിയൊന്നും തൊടാതെ അവർ നിൽക്കുന്ന സമയത്താണ് ഞങ്ങളിങ്ങനെ നിരന്തരമായി സമരങ്ങളിലും ഇതുപോലെ കലക്ടറേറ്റ് തിരുവനന്തപുരത്തിലൊക്കെ ഞങ്ങളിങ്ങനെ ഓരോ അപേക്ഷ കൊടുത്ത് ഇങ്ങനെ വന്നപ്പോഴാണ് ഇവർക്ക് നിവർത്തികേടുകൊണ്ട് അതിൽ നിന്ന് കുറച്ച് ഭൂമി സർവേ ചെയ്തുകൊണ്ട് റവന്യൂ വകുപ്പിനെ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പം 10 സെന്റ് സ്ഥലമാണ് അന്ന് റവന്യൂ വകുപ്പ് കൊടുക്കാൻ തീരുമാനിച്ചത്. പക്ഷേ ഈ 10 സെന്റ് സ്ഥലം ഞങ്ങളെ ആൾക്കാർ വാങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളെ ആൾക്കാരുടെ അവകാശങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയാണ്. അതിലൂടെ ഇവർക്ക് ഭൂരഹിതരല്ലാതെയാവുകയാണ്. പിന്നെ ഒരിക്കലും ഇവരെ മക്കൾക്ക് ഭൂമി ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും കിട്ടൂല. അപ്പൊ ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഒരേക്കറയിൽ കുറയാതെ തെരഞ്ഞെടുത്ത കിട്ടിയ ഭൂമി റവന്യൂവിന് കൈമാറിയ ഭൂമി ആദിവാസികൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് പട്ടിണി സമരം നടത്തി. അങ്ങനെ അവിടെ 314 ദിവസം ഞാൻ പട്ടിണി സമരമാണ് നടത്തിയത്. വെറും വെള്ളം കുടിച്ചുകൊണ്ടുള്ള ഒരു സമരം അല്ല. ഞങ്ങൾ നിലമ്പൂര് പട്ടിണി സമരം നടത്തി 2 പ്രാവശ്യം ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റായി. എന്നിട്ടും സ്വയം നിരാകാരം അവസാനിച്ചിട്ടില്ലായിരുന്നു. വീണ്ടും ഞങ്ങളൊക്കെ സമരപന്തലിലെത്തി 314 ദിവസം ഞാൻ കിടന്നിട്ട് മരണത്തോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തൊരു സ്റ്റേജ് വന്നപ്പോഴാണ് കലക്ടർ ഞങ്ങൾക്ക് ഒത്തുതീർപ്പിന് തന്നെ തയ്യാറായത്. ഒത്തുതീർപ്പിന് തയ്യാറായപ്പോൾ അതിൻ്റെ ഒരു ഘട്ടത്തിൽ ഇവരത് 20 സെന്റാക്കി കൊടുത്തു, കുറച്ച് ആൾക്കാർക്ക് കൊടുത്തു. പിന്നെ 40 സെന്റാക്കി കുറച്ച് ആൾക്കാർക്ക് കൊടുത്തു. പിന്നെ ഞങ്ങൾ എന്നിട്ട് സമരം പിൻവലിക്കാതായപ്പോഴാണ് കലക്ടർ 50 സെന്റ് ശേഷിക്കുന്ന 60 കുടുംബങ്ങൾക്ക് 50 സെന്റ് സർക്കാരിന്റെ കൈവശം ഭൂരഹിതർക്കായി വിതരണം ചെയ്യേണ്ട ഹെക്ടർ കണക്കിന് ഭൂമി ഉണ്ടായിരിക്കെ ആദിവാസികൾക്ക് അർഹതപ്പെട്ട ഭൂമി നൽകാതെ ജില്ലാ കളക്ടർ ഉറപ്പു നൽകിയ ഭൂമി നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന് സമരപന്തലിലെത്തിയ NFPR ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. അവർക്ക് അവകാശമാണ് എന്ന് മാത്രം അവർ കലക്ടറോട് പറയുമ്പോൾ കലക്ടർ അത് അംഗീകരിക്കുകയും പരിഗണിക്കുകയും ചെയ്തൊരു കരാറുണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജില്ലാ കളക്ടർ, ഭരണാധികാരികൾ, അതിന്റെ ഉദ്യോഗസ്ഥന്മാർ എത്രയും പെട്ടെന്ന് തന്നെ അത് പരിഹരിച്ചു കൊടുക്കണമെന്ന് NFPR ജില്ലാ കമ്മിറ്റി ഈ സമരത്തിൽ വന്നുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇവർ മനുഷ്യരാണ്. ഇവർക്ക് ജാതിയില്ല, വർഗമില്ല, ഭാഷയില്ല, മതമില്ല. മനുഷ്യരാണെന്ന പരിഗണക്ക് നിങ്ങൾ അംഗീകാരം കൊടുത്തുകൊണ്ട് ഇപ്പോൾ ഭരിക്കുന്ന ഭരണകർത്താക്കളോടും NFPR ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ ഐക്യദാർഢ്യവും ഭാവങ്ങളും നേർന്നുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ വേദനയ്ക്ക് അർഹതപ്പെട്ട പരിഹാരം ജഗനിയന്താവ് നൽകട്ടെ എന്ന് പ്രാർത്ഥനയും ആശംസയായി അർപ്പിച്ചുകൊണ്ട് NFPR സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനാഫ് താനൂർ, ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ ഹാജി പുത്തൻതെരു, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അറഫാത്ത് പാറപ്പുറം, അഷ്റഫ് കളത്തിങ്ങൽപ്പാറ, നസറുദ്ദീൻ തങ്ങൾ കൊട്ടന്തല, ബിന്ദു അച്ചമ്പാട്ട്, സുലൈഖ സലാം, സമീറ കൊളപ്പുറം, ഉമ്മു സമീറ തെഞ്ഞിപ്പാലം, മുഷ്ഫിഖ് പയ്യനങ്ങാടി, AP അബൂബക്കർ വേങ്ങര എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് മലപ്പുറം. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം. തോമ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ, അതിമനോഹരമായ ഡിസൈനുകൾ. 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ. മിതമായ പണിക്കൂലിയും ആയുഷ്കാല മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോമ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ.